PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോവിഡ് സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനകം തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ നമുക്ക് കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് മാർക്കും റിസൾട്ട് ക്ലാസിഫിക്കേഷനുമാണ്. രജിസ്റ്റർ നമ്പറും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. നമുക്കിവിടുന്ന് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ പെർസെൻറ്റേജ് മാർക്ക് ഞാൻ കൊടുത്തിരുന്നു, റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഡിസ്റ്റിങ്ഷൻ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞത് പെർസെൻറ്റേജ് മാർക്ക് വേണ്ട, അതുപോലെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് പെർസെൻറ്റേജ് മാർക്ക് ഒന്നും കൊടുക്കണ്ട, അതുപോലെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ നോട്ട് ആപ്ലിക്കബിൾ എന്ന് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. +2 സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അതുതന്നെയായിരുന്നു. പെർസെൻറ്റേജ് മാർക്കും ഞാൻ കൊടുത്തിരുന്നു, റിസൾട്ട് ക്ലാസിഫിക്കേഷനും ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് മാർക്ക് ഞാൻ മാറ്റി നള്ളാക്കി കൊടുത്തു, റിസൾട്ട് ക്ലാസിഫിക്കേഷൻ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തു. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം SLCയും +2യും ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് മാർക്കും അതുപോലെ റിസൾട്ട് ക്ലാസിഫിക്കേഷനും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക. അടുത്ത സർട്ടിഫിക്കറ്റിൽ വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുത്തു. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ റിസൾട്ട് ക്ലാസിഫിക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആണ്. അത് ഞാൻ എക്സാം നടത്തിയ തീയതിയാണ് ഞാൻ ഇട്ടത്. പക്ഷേ അതല്ല വേണ്ടത്. നമ്മുടെ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്തത് ആ ഡേറ്റ് ആയിരിക്കണം നമ്മൾ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ്ങിൽ കൊടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പോൾ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്നാണോ പബ്ലിഷ് ചെയ്തത് ആ ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. പിന്നെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഡോക്യുമെൻറ്റ്സിനും നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മളോട് ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ, നിങ്ങളുടെ ആധാർ എന്നിവ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വെരിഫിക്കേഷന് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അവർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഞാനിപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ അത് വെരിഫൈഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. എനിക്കിനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഓൾറെഡി വെരിഫൈ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ ഈ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റ്സും അവർ വെരിഫൈ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇനി എനിക്ക് ഈ വെരിഫൈ ചെയ്ത, അതായത് ഈ ക്വാളിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു എഡിറ്റ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അവർ വെരിഫൈ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഫൈനലി എൻ്റെ OTV സർട്ടിഫിക്കറ്റ് വന്നു. വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വന്നു. നമ്മുടെ പ്രൊഫൈലിനകത്ത് തന്നെ OTV സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനും മാറ്റാനും ഒക്കെ വേണ്ടി നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നവർ കൃത്യമായിട്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയോടുകൂടി അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് കഴിയുന്നതായിരിക്കും.
സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.